السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أعوذ بالله من الشيطان الرجيم. شهد الله أنه لا إله إلا هو والملائكة وأولو العلم قائما بالقسط لا إله إلا هو العزيز الحكيم. സ്നേഹമുള്ള വിശ്വാസികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. ഈ ഉപദേശത്തോട് നീതി പാലിച്ചുകൊണ്ട് ജീവിക്കുവാനും മരണാനന്തര ജീവിതം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് ആരംഭിക്കുവാനുമുള്ള മഹാസൗഭാഗ്യം നൽകി അല്ലാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തെ പടയ്ക്കുവാൻ കാരണമായിട്ടുള്ള, അതുപോലെ തന്നെ ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിലുള്ള സർവ്വചരാചരങ്ങളെയും സൃഷ്ടിക്കുവാൻ കാരണമായ, ലോകത്തിന്റെ വിവിധ കോണുകളിലേക്ക് അമ്പിയാക്കന്മാരെ പറഞ്ഞയക്കുവാൻ കാരണമായിട്ടുള്ള, സത്യവിശ്വാസികളെന്നും സത്യനിഷേധികളെന്നും മനുഷ്യരെ രണ്ടായി വേർതിരിക്കുവാൻ കാരണമായിട്ടുള്ള, സ്വർഗത്തിലേക്ക് ഒരു വിഭാഗത്തെയും നരകത്തിലേക്ക് വേറൊരു വിഭാഗത്തെയും പറഞ്ഞയക്കുവാൻ കാരണമായിട്ടുള്ള, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മതനിയമങ്ങൾ ലോകത്ത് പഠിപ്പിക്കുവാൻ കാരണമായിട്ടുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദയെ കുറിച്ചാണ് അല്പസമയം സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്.
ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിവ്യമായ സന്ദേശവുമായി കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കന്മാരെ ലോകത്തേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നാം ഉൾക്കൊള്ളുന്നതായ മനുഷ്യ സമൂഹത്തെ എന്തിനു സൃഷ്ടിച്ചു, നമ്മുടെ സൃഷ്ടിപ്പിന്റെ കാരണമെന്ത് എന്ന് പരിശോധിച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിച്ചു മനസ്സിലാക്കി അതറിഞ്ഞ് അത് ജീവിതത്തിൽ പാലിച്ച് അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുത്ത് ഈ ദുനിയാവിലെ അവസാനത്തെ ദിവസവും പരലോക ജീവിതത്തിലേക്കുള്ള ആദ്യത്തെ ദിവസവും അഥവാ മരണ ദിവസം ആരംഭിക്കേണ്ടതും ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചുകൊണ്ടായിരിക്കണമെന്ന അതിമഹത്തായ ഒരു ഉദ്ദേശ ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചു പറഞ്ഞയച്ചത് എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നുവർഗത്തെയാകട്ടെ മനുഷ്യവർഗത്തെയാകട്ടെ നാം സൃഷ്ടിച്ചിട്ടില്ല ഇല്ലാ ലിയഅ്ബുദൂനി, എന്നെ ആരാധിക്കുവാൻ വേണ്ടിയിട്ടല്ലാതെ. എന്നെ മാത്രം ആരാധിക്കണം, എനിക്ക് മാത്രം ആരാധന ഗണത്തിൽ വരുന്ന സകല കാര്യങ്ങളും സമർപ്പിക്കണമെന്ന അതിമഹത്തായ ഒരു ഉദ്ദേശ ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലായിക്കൊണ്ടല്ലാതെ മനുഷ്യവർഗത്തെയോ ജിന്നുവർഗത്തെയോ നാം സൃഷ്ടിച്ചിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആൻ വളരെ ഗൗരവമായി മനുഷ്യ സമൂഹത്തെ പഠിപ്പിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണ് എന്നുള്ളത് ഇന്ന് ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സകല മനുഷ്യരും അറിയേണ്ടുന്ന വളരെ അതിപ്രധാനമായ ഒരു യാഥാർത്ഥ്യത്തിലേക്കാണ് അല്പസമയം നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുവാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തി വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ യൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂനി. വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ, മുഹമ്മദ് നബിയെ അങ്ങേക്ക് മുൻപ് നാം ഒരു പ്രവാചകന്മാരെയും റിസാലത്ത് കൊടുത്തു പറഞ്ഞയച്ചിട്ടില്ല ലോകത്തിന്റെ ഒരു ഭാഗത്തേക്കും. ലോകത്തിന്റെ ഏതെല്ലാം ഭാഗത്തേക്ക് ഏതെല്ലാം ഭാഷ സംസാരിക്കുന്ന അമ്പിയാക്കന്മാരെ പറഞ്ഞയച്ചിട്ടുണ്ടോ അവരോടെല്ലാം തന്നെ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ, ഞാനല്ലാതെ ആരാധനക്കർഹനായിക്കൊണ്ട് മറ്റൊരാളില്ല എന്നും അതുകൊണ്ട് എന്നെ മാത്രമേ ആരാധിക്കുവാൻ പാടുള്ളൂ എന്ന് ദിവ്യമായ സന്ദേശം കൊടുക്കാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന നഫിയിന്റെയും ഇസ്ബാത്തിന്റെയും അഥവാ നിഷേധത്തിന്റെയും സ്ഥിരപ്പെടുത്തുന്നതിന്റെയും രണ്ട് റുക്കുനുകൾ പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ടല്ലാതെ ലോകത്തേക്ക് ഒരമ്പിയാക്കന്മാരെയും പറഞ്ഞേൽപ്പിക്കില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഗൗരവത്തിൽ നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ വജ്തനിബുത് താഗൂത്ത്, താഗൂത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് പുറമെ ആരാധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന എന്തെല്ലാമുണ്ടോ അതിനെയെല്ലാം ഒഴിവാക്കിക്കൊണ്ട് അല്ലാഹനെ മാത്രം ആരാധിക്കുവാൻ പാടുള്ളൂ എന്ന ദിവ്യ സന്ദേശവുമായി കൊണ്ടാണ് ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലെ അമ്പിയാക്കന്മാരെ നിയോഗിച്ചിട്ടുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ സഗൗരവത്തിൽ നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാനവ കുലത്തിനോടായി ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യ സമൂഹത്തോടൊന്നായിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കണമെന്നും അതറിയണമെന്നും അത് മനസ്സിലാക്കണമെന്നും അത് ജീവിതത്തിൽ പാലിച്ചുകൊണ്ടായിരിക്കണം ഈ ദുനിയാവിൽ ജീവിക്കേണ്ടത് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ആഹ്വാനം ചെയ്യുന്ന വചനം വിശുദ്ധ ഖുർആനിൽ നമ്മൾ കാണുന്നുണ്ട്. യാ അയ്യുഹന്നാസു ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. മനുഷ്യരെ, നിങ്ങൾ ദോഷബാധയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ മനുഷ്യരെ നിങ്ങൾ ആരാധിക്കേണ്ടത് നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ സൃഷ്ടാവിനെ ആയിരിക്കണം. അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിഞ്ഞുകൊണ്ടായിരിക്കണം നിങ്ങൾ ജീവിക്കേണ്ടത്. അതുപോലെ തന്നെ നിങ്ങളുടെ പൂർവികരായ പിതാമഹന്മാരെ ആരാണോ സൃഷ്ടിച്ചത് അവനെ മാത്രം ആരാധിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ നരകമാകുന്ന ഭയാനകമായ പടുകുടിയിൽ നിന്ന് സുന്ദരമായ സ്വർഗലോകത്തിലേക്ക് പോകുവാൻ സാധിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ അടിവരയിട്ടുകൊണ്ട് മനുഷ്യ സമൂഹത്തെ പഠിപ്പിക്കുന്നുണ്ട്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ മനുഷ്യരും എല്ലാ ജീവനുള്ളവരും മരണമെന്ന മഹായാഥാർത്ഥ്യത്തെ ആസ്വദിക്കുക തന്നെ ചെയ്യുന്നതാണ്. വമൻ സുഹ്സിഅ അനിൻ നാരി വഉദ്ഖിലൽ ജന്ന,
നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തപ്പെട്ടുകൊണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടും. എന്നാണ് ആ ദിവസം. ഇന്നമാ തുവഫൗന ഉജൂറഹും യൗമൽ ഖിയാമ. നാളെ പരലോകമുണ്ടല്ലോ. ആദം നബി മുതൽ ലോകം അവസാനിക്കുന്നത് വരെ ആരെല്ലാം ഈ ദുനിയാവിൽ ജനിച്ചു ജീവിച്ചു മരണപ്പെട്ടു പോയിട്ടുണ്ടോ അവരെല്ലാവരും വരുന്ന ഒരു യൗമുൽ ഖിയാമയുണ്ട്. ആ ഖിയാമത്ത് നാളിൽ വെച്ചുകൊണ്ട് നരകത്തിൽ നിന്ന് ആരകറ്റപ്പെടുകയും സ്വർഗലോകത്തിലേക്ക് ആര് പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുവോ അവൻ മാത്രമാണ് വിജയി. അവൻ മാത്രമാണ് വിജയി. ആ വിജയത്തിന്റെ അഥവാ പരലോകത്ത് വിജയിക്കുവാനുതകുന്ന ഒരു വചനമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുസ്ലിം സമൂഹത്തിലെ അംഗങ്ങളും അതേപോലെ തന്നെ അമുസ്ലിം സമൂഹത്തിലെ അംഗങ്ങളായിക്കൊണ്ട് ആരെല്ലാം ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നുവോ അവരെല്ലാവരും കത്തി വ്യത്യാസമില്ലാതെ പഠിക്കുകയും അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടുന്ന ഒരു വാചകമാണ് കലിമത്തു ഷഹാദയുടെ ആദ്യ ഭാഗമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത്. എന്താ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പദത്തിന്റെ അർത്ഥം? ലാ ഇലാഹ, ആരാധ്യന്മാരേ ഇല്ല. അറബി പണ്ഡിതന്മാരോട് നമുക്ക് പഠിപ്പിച്ചു തന്നു. രണ്ട് റുക്കുലുകൾ ഇതിനുണ്ട്. അതിനെ താങ്ങി നിർത്തുന്ന രണ്ട് തൂണുകളുണ്ട്. അതിന് ഒന്നാമത്തെ തൂണ് അത് നഫിയിന്റേതാണ്, നിഷേധത്തിന്റേതാണ്. ഇന്ന് മനുഷ്യ സമൂഹത്തെ എടുത്ത് പരിശോധിച്ചു നോക്കൂ. ഒരുപാട് ആരാധനാ വിഗ്രഹങ്ങൾ, ഒരുപാട് ആരാധനാ മൂർത്തികൾ, ഒരുപാട് ആരാധ്യന്മാർ ഓരോ മനുഷ്യന്റെയും അകത്തുണ്ട് എന്നത് നിസ്സംശയം നമുക്ക് പറയുവാൻ സാധിക്കും. അത് വ്യത്യസ്തങ്ങളായ ആരാധ്യന്മാരാണ്. അത് സൂര്യനുണ്ടാകാം, ചന്ദ്രനുണ്ടാകാം, നക്ഷത്രങ്ങളുണ്ടാകാം, മരണപ്പെട്ടുപോയ മഹാന്മാരുണ്ടാകാം, കല്ലുണ്ടാകാം, മരമുണ്ടാകാം, വള്ളിയുണ്ടാകാം, അതല്ല എങ്കിൽ വിഗ്രഹങ്ങളുണ്ടാകാം, ബിംബങ്ങളുണ്ടാകാം, പൂവുകളുണ്ടാകാം, സാരികളുണ്ടാകാം. അങ്ങനെ ഏതെല്ലാം ഉണ്ടോ മനുഷ്യനവന്റെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ആവലാദികളും വേദനകളും വേവലാദികളും ഒക്കെ തന്നെ പങ്കുവച്ചുകൊണ്ടിരിക്കുന്ന, കണ്ണു നിറഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ഹൃദയം നിറഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏതെല്ലാം ആരാധ്യന്മാരുണ്ടോ ആ ആരാധ്യന്മാരെയൊക്കെ സങ്കല്പിക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യൻ കലിമത്തു ഷഹാദയുടെ ആദ്യ ഭാഗം പറയുകയാണ് ലാ ഇലാഹ, ആരാധ്യന്മാരേ ഇല്ല എന്ന പ്രഖ്യാപനം നിഷേധിക്കുകയാണ്. അത് പ്രഖ്യാപിക്കുന്നതോടുകൂടി അവന്റെ ഹൃദയത്തിൽ ആരാധ്യനായി അവൻ സ്ഥാപിച്ചത് അത് ബഹുദൈവ വിഗ്രഹങ്ങളെയാണ് എങ്കിൽ, അല്ലെങ്കിൽ പൂവിനെയോ കായിലെയോ ആണെങ്കിൽ, അല്ലെങ്കിൽ മക്ബറയിൽ മണമാറപ്പെട്ടിട്ടുള്ള മഹാന്മാരായ മനുഷ്യന്മാരെയാണെങ്കിൽ, അല്ലെങ്കിൽ വിഗ്രഹമാകട്ടെ, ബിംബമാകട്ടെ, സൂര്യനാകട്ടെ, ചന്ദ്രനാകട്ടെ, നക്ഷത്രമാകട്ടെ, ഏതു തന്നെയും ആയിക്കൊള്ളട്ടെ, ലാ ഇലാഹ എന്ന് പ്രഖ്യാപിക്കുമ്പോൾ ആരാധ്യന്മാരേ ഇല്ല എന്ന് പ്രഖ്യാപിക്കുമ്പോൾ ഇതാ അവന്റെ മനസ്സ് അവനന്നുവരെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന, അവനന്നുവരെ അഭൗതികമായ മാർഗത്തിലൂടെയുള്ള സഹായഘട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന സകല ആരാധ്യന്മാരെയും അവൻ നിഷേധിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ആ നിഷേധിച്ചു കഴിഞ്ഞ് അവന്റെ മനസ്സ് ശൂന്യമാണ്, വൃത്തിയോട് കൂടിയിരിക്കുകയാണ്. ആ ശൂന്യമായിടത്തേക്ക് അവിടെ സ്ഥാപിക്കുകയാണ്, സ്ഥിരപ്പെടുത്തുകയാണ്. എന്നാൽ ഒരു ആരാധ്യനുണ്ട്. ആ ആരാധ്യനാണ് അല്ലാഹ്, ഇല്ലല്ലാഹ്, അല്ലാഹ് ഒഴികെ. അല്ലാഹ് ഒഴികെ ആരാണ് അല്ലാഹു? ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥമായിക്കൊണ്ട് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചു ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്. ലാ മഅബൂദ, ആരാധ്യന്മാരേ ഇല്ല, ആരാധന സമർപ്പിക്കപ്പെടേണ്ടവരായി ഇല്ല. ബിഹഖ്ഖിൻ, യഥാർത്ഥത്തിൽ ആരാധന സമർപ്പിക്കപ്പെടുവാനായി ദുനിയാവിന്റെ മുകളിൽ ജനിച്ചു മരിച്ചുപോയ ആർക്കും അവകാശമില്ല. ഇല്ലല്ലാഹ്, അല്ലാഹുവിനൊഴികെ. അതുകൊണ്ട് തന്നെ അവന്റെ മനസ്സിലേക്ക് ആരാധ്യനായി അവൻ സ്ഥാപിക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഇലാഹ് എന്ന പദത്തിന്റെ മുന്നിൽ അലിഫും ലാമും ചേർത്തുകൊണ്ടാണല്ലോ അല്ലാഹ് എന്ന പദത്തെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇലാഹ് എന്ന് പറഞ്ഞാൽ ആരാധ്യൻ എന്നാണ്. അല്ലാഹു എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ മനസ്സുകളിൽ നിന്ന് വരുന്ന, അവന്റെ ജീവിതത്തിൽ നിന്ന് വരുന്ന ആരാധനയുടെ ഭാഗമായി കൊണ്ട് ഏതെല്ലാം ഉണ്ടോ അതെല്ലാം സമർപ്പിക്കപ്പെടേണ്ട ആ ഒരു മഹാശക്തിയെയാണ് അറബി ഭാഷയിൽ അല്ലാഹ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഇന്ന ലില്ലാഹി തിസ്അതൻ വതിസ്ഈന ഇസ്മാ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് 99 നാമങ്ങളുണ്ട്. അല്ലാഹ് എന്ന നാമം കൂടാതെ 99 നാമങ്ങളുണ്ട്. മിഅത്തൻ ഇല്ലാ വാഹിദ, 100ൽ 1 കുറഞ്ഞുകൊണ്ട്, 100ൽ 1 കുറവാണ്. 99 നാമങ്ങളുണ്ട്. ആരെങ്കിലും അത് മൻ അഹ്സാഹ ദഖലൽ ജന്ന,
ആരെങ്കിലും അത് ക്ലിപ്തപ്പെടുത്തി അതിന്റെ ആശയവും അതിന്റെ അർത്ഥവും അതിന്റെ വിശാലതയും അതിന്റെ വിശദീകരണവും അറിഞ്ഞ് പഠിച്ച് അതുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ അവർ സ്വർഗത്തിൽ പ്രവേശിക്കും. ആ സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ കാരണമാകുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനം അതിന് മഹത്തായ ശ്രേഷ്ഠതകൾ ഇസ്ലാം കൽപ്പിച്ചിട്ടുണ്ട്. ആ ശ്രേഷ്ഠതകൾ യഥാവിധി മനസ്സിലാക്കുന്നു എങ്കിൽ ഒരൊറ്റ മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ ലോകത്ത് പിറന്നു വീണ മനുഷ്യ സമൂഹം ഒരിക്കലും അല്ലാഹ് എന്ന നാമം വിട്ട് വേറൊരു നാമത്തിലേക്ക്, അല്ലാഹ് എന്ന ആരാധ്യനെ വിട്ട് വേറൊരു ആരാധ്യന്റെ അടുക്കലേക്ക്, അല്ലാഹ് എന്ന ആരാധ്യന്റെ മുന്നിൽ സമർപ്പിക്കേണ്ട സകല കാര്യങ്ങളും അവന്റെ മുന്നിൽ മാത്രം സമർപ്പിക്കുന്ന ഒരു വിശാല മനസ്സിലേക്ക് കടന്നുവരാൻ സാധിക്കുമെന്ന് ഈ വചനം നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പരിശോധിക്കുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫഇന്നല്ലാഹ ഹറമ അലന്നാരി മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് യബ്തഗി ബിദാലിക വജ്ഹുല്ലാഹ്. അല്ലാഹുവിന്റെ വജ്ഹ്, അവന്റെ മുഖം കാണണം, അല്ലാഹുവിന്റെ മുഖം ജന്നാത്തുൽ ഫിർദൗസിൽ വെച്ച് കാണണം എന്ന ആഗ്രഹത്തോട് കൂടി ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അവരെ നരകം ഇതാ നിഷിദ്ധമാണ്. ഹറമ അലന്നാർ, അല്ലാഹു അവനെ നരകം നിഷിദ്ധമാക്കുക തന്നെ ചെയ്യും. എന്റെ അവൻ അംഗീകരിക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുന്നതിലൂടെ എന്തെങ്കിലും സ്ഥാനമാനങ്ങളോ അല്ലെങ്കിൽ അധികാരങ്ങളോ അതല്ലെങ്കിൽ സമൂഹത്തിന്റെ നേതൃത്വമോ അല്ലെങ്കിൽ സമൂഹത്തിൽ മറ്റെന്തെങ്കിലും ഭൗതികമായ നേട്ടങ്ങളോ ആഗ്രഹിക്കരുത്. മറിച്ച് അതുകൊണ്ട് അവൻ ആഗ്രഹിക്കേണ്ടത് സ്വർഗമായിരിക്കണം, അള്ളാഹുവിന്റെ മുഖം കാണണമെന്നായിരിക്കണം. അങ്ങനെ ആരെങ്കിലും അത് പ്രഖ്യാപിക്കുകയാണെങ്കിൽ അവന് നരകം നിഷിദ്ധമാണ് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ ഗൗരവത്തിൽ നമ്മെ പഠിപ്പിക്കുകയാണ്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, ഫമൻ ലഖീത മിൻ വറാഇ ഹാദൽ ഹാഇത്. അബൂ ഹുറൈറ, താങ്കൾ ഈ ചുമരിന്റെ പിൻഭാഗത്ത് ഒരാളെ കണ്ടുമുട്ടുകയാണ്. താങ്കൾ പോകുന്ന വഴിയിൽ നമ്മൾ നിൽക്കുന്നതിന്റെ അപ്പുറത്തുള്ള ചുമരുണ്ടല്ലോ, അതിന്റെ എതിർവശത്ത് നിന്ന് ഒരാളെ താങ്കൾ കാണുകയാണ്. യശ്ഹദു, അവൻ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്, അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനായി മറ്റൊരാളില്ല എന്ന് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരാളെ താങ്കൾ കണ്ടു കഴിഞ്ഞാൽ മുസ്തൈഖിനം ബിഹാ ഖൽബുഹു, ഹൃദയത്തിൽ ഉറപ്പിച്ചുകൊണ്ട് യഖീനോടുകൂടി ദൃഢവിശ്വാസത്തോടുകൂടി എത്ര വലിയ പരീക്ഷണങ്ങളും എത്ര വലിയ പ്രയാസങ്ങൾ ഉണ്ടായാലും ശരി എന്റെ കൂടെ റബ്ബുണ്ട്, റബ്ബ് തടഞ്ഞതിന് നൽകുവാനോ റബ്ബ് നൽകിയത് തടയുവാനോ സാധ്യമല്ല എന്ന അതിമഹത്തരമായ വിശ്വാസത്തോടുകൂടി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഈ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുന്ന സമയത്ത് വനിഅമൽ വക്കീൽ എന്ന് പ്രഖ്യാപിച്ചില്ലേ, ഞങ്ങൾക്ക് അല്ലാഹു മതി, എനിക്കല്ല മതി. ഈ സമൂഹം എത്രമാത്രം എന്നെ ഉപദ്രവിച്ചാലും എന്നെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞാലും എന്റെ കൈകാലുകൾ ഛേദിച്ചെടുത്താലും എന്റെ കണ്ണു ചുഴന്നെടുത്താലും ശരി, എന്റെ കൂടെ റബ്ബുണ്ട്, അള്ളയുണ്ട്, വനിഅമൽ വക്കീൽ. എന്റെ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കുവാൻ ഏറ്റവും അർഹതപ്പെട്ടവരും ഏറ്റവും നല്ലവരും അല്ലാഹു തന്നെയാണ് എന്ന ആ ഒരു വിശ്വാസത്തോടെ ദൃഢമായി വിശ്വസിച്ചു കഴിഞ്ഞാൽ അബൂ ഹുറൈറ, താങ്കൾ ആ മനുഷ്യരോട് സന്തോഷം അറിയിക്കേണ്ടത് ബിൽ ജന്ന, സ്വർഗം കൊണ്ട് സന്തോഷം അറിയിക്കണം. ഹൃദയത്തിൽ ഉറപ്പിച്ച് അല്ലാഹുവിന്റെ മുഖം കാണണമെന്ന അതിയായ ആഗ്രഹത്തോടെ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചാൽ ആ മനുഷ്യനുള്ള പ്രതിഫലം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. സഹോദരങ്ങളെ, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുന്നത് കൊണ്ട് ദുനിയാവിൽ നേട്ടവും ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. ദുനിയാവിൽ എല്ലാവിധ പരീക്ഷണങ്ങളും ചിലപ്പോൾ നേരിടേണ്ടി വന്നേക്കാം. പക്ഷേ തിരിച്ചറിയേണ്ട മഹത്തായ ഒരു യാഥാർത്ഥ്യമുണ്ട്. ഈ ലോകം കഴിഞ്ഞു പോകുന്ന ഒരു ലോകമുണ്ട്. ഒരുപാട് വഴികൾ നമ്മൾ കടന്നു പോകേണ്ടതുണ്ട്. ആ വഴിയിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉപകാരപ്പെട്ടേക്കാം. അതുകൊണ്ട് എല്ലാവരും ഓർത്തിരിച്ച് മനസ്സിലാക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെയാണ്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരാൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ ലാ ഇലാഹ ഇല്ലല്ലാഹയെ പരിപൂർണമായും അറിഞ്ഞു മനസ്സിലാക്കി ജീവിക്കേണ്ട ബാധ്യതയുണ്ട്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഫഅലം, നിങ്ങൾ പഠിക്കണം, നിങ്ങൾ അറിയണം, നിങ്ങൾ മനസ്സിലാക്കണം. എന്താ പഠിക്കേണ്ടത്? അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്,
അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റൊരാളില്ല എന്നുള്ളത് പഠിക്കണമെന്ന് വിശുദ്ധ ഖുർആനിന്റെ കൽപ്പനയാണ്. ഈ പഠിക്കലാണ് നിർബന്ധമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ മേൽ അറിയിച്ചു തന്നത്. ത്വലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ. ഓരോ സ്ത്രീ പുരുഷന്മാരുടെ മേലും, മുസ്ലിമായ ഓരോ സ്ത്രീ പുരുഷന്മാരുടെ മേലും അറിവന്വേഷിക്കൽ നിർബന്ധമാണ്, ഫർളാണ്. ഏത് അറിവാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അത് തന്നെയാണ് സുബഹി നമസ്കാരത്തിന് ശേഷം മാത്രം ദിക്റിന്റെ കൂടെ ചോദിക്കണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വഅമലൻ മുതഖബ്ബല വറിസ്ഖൻ തയ്യിബ. എന്താ ചോദിക്കേണ്ടത്? ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആ പ്രവേശിക്കുന്ന സമയത്ത് ആ ദിവസത്തിൽ ഉറങ്ങുന്നത് വരെ 3 കാര്യങ്ങൾ അവന്റെ ലക്ഷ്യത്തിലുണ്ടായിരിക്കാൻ പാടുള്ളൂ. ഒന്നെന്താണ്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക, എന്റെ റബ്ബേ ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, ഉപകാരമുള്ള ഒരറിവ്. ഇന്നെന്റെ ജീവിതം അവസാനിക്കുന്നു എങ്കിൽ പോലും, അല്ലെങ്കിൽ രാത്രി ഞാൻ ഉറങ്ങുന്നതിന് മുൻപ് ഒരു ഉപകാരമുള്ള അറിവ് എനിക്ക് നേടണം. എവിടേക്കാ ഉപകാരം വേണ്ടത്? സഹോദരങ്ങളെ, ഖബറിലേക്കാണ്, പരലോകത്തിലേക്കാണ്, ഹിസാബിന്റെ ദിവസത്തിലേക്കാണ്, അല്ലെങ്കിൽ സുഖാസന പാലം കിടക്കുമ്പോഴാണ്. അവിടേക്ക് ഉപകാരപ്പെടുന്ന ഒരറിവ് എനിക്ക് നേടിയെടുക്കാൻ സാധിക്കണം. ഒരായത്തിന് അർത്ഥം പഠിക്കാൻ സാധിക്കണം, ഒരു ഹദീസ് പഠിക്കാൻ സാധിക്കണം, അലിഫ് ബാ പഠിക്കാൻ പറ്റണം, അതേപോലെയുള്ള അറബി വാക്കുകൾ പഠിക്കാൻ സാധിക്കണം. അങ്ങനെ ഓരോ അറിവുകളും നേടിയെടുക്കുന്ന ഒരു സഹായം റബ്ബേ ഞാൻ നിന്നോട് ചോദിക്കുന്നു. വഅമലൻ മുതഖബ്ബല, നീ സ്വീകരിക്കപ്പെടുന്നതായ അമൽ എനിക്ക് നിർവഹിക്കേണ്ടതുണ്ട്. ആ അമൽ നിർവഹിക്കുവാനും എന്നെ നീ സഹായിക്കണം. വരിസ്ഖൻ തയ്യിബ, എന്റെ ഉപജീവന മാർഗം തയ്യിബാക്കി തരണം, സംശുദ്ധമാക്കി തരണം. ഈ 3 കാര്യങ്ങളാണ് ചോദിക്കേണ്ടത്. അതിൽ നിർബന്ധമായി നബി പഠിപ്പിച്ചു. അതിൽ ഉപകാരമുള്ള അറിവ് അത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹയെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഗൗരവത്തിൽ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് സ്ഥിരത നൽകുന്ന വാക്കാണ്. അത് സ്ഥിരത നൽകുന്ന വാക്കാണ്. എവിടെയാണ് സ്ഥിരത നൽകുന്നത്? നിങ്ങൾക്ക് ഈ ദുനിയാവിലെ ജീവിതത്തിൽ കിട്ടും, അതേപോലെ തന്നെ ആഖിറത്തിൽ കിട്ടും. ഈ ദുനിയാവിലെ ജീവിതത്തിൽ നിങ്ങൾക്ക് സ്ഥിരത വേണമോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങൾ പഠിക്കണം. നിങ്ങൾക്ക് ആഖിറത്തിൽ സ്ഥിരത വേണമോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങൾ പഠിക്കണം. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചാൽ പിന്നെ ഒരു ഓർഡിനറി മുസ്ലിം അല്ല അവൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചാൽ സമൂഹത്തിന്റെ ഒഴുക്കിനനുസരിച്ചുകൊണ്ട് അവൻ നീങ്ങാൻ പാടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചവരൊക്കെ ഇത് നേരിട്ടിട്ടുണ്ട്, ത്യാഗങ്ങൾ നേരിട്ടിട്ടുണ്ട്, പരീക്ഷണങ്ങൾ നേരിട്ടിട്ടുണ്ട്, ഭ്രഷ്ടുകൾ നേരിട്ടിട്ടുണ്ട്, വീട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ടിട്ടുണ്ട്, മാതാപിതാക്കൾ ശത്രുക്കളായിട്ടുണ്ട്, സഹോദരങ്ങൾ ശത്രുക്കളായിട്ടുണ്ട്, ഇണകൾ ശത്രുക്കളായിട്ടുണ്ട്, മക്കൾ ശത്രുക്കളായിട്ടുണ്ട്. നോക്കൂ, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം. ഭാര്യ വിശ്വസിച്ചില്ല, മകനും വിശ്വസിച്ചില്ല. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം നോക്കൂ. നരകത്തിലേക്ക് പോകുന്ന പെണ്ണുങ്ങൾ ലോകത്തുള്ള മനുഷ്യർക്കുള്ള മാതൃക ആരാണ്? നൂഹ് നബിയുടെയും ലൂത്ത് നബിയുടെയും ഭാര്യമാരാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. നബിമാരുടെ ഭാര്യമാരാണ്. പ്രയോജനമില്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കാതെ. ആദർശ പിതാവായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിന്റെ പിതാവ് പോകുന്നത് നരകത്തിലേക്കാണ്. കാരണം എന്താ? അദ്ദേഹം ബിംബത്തെ ഉണ്ടാക്കി, ആ ബിംബത്തെ ദൈവമായി കാണാതെ തന്നെ ആ ബിംബത്തോട് കാര്യങ്ങൾ പറഞ്ഞു. ഇലാഹല്ല വിഗ്രഹം. ആദറിനറിയാമത്. പക്ഷേ ആദർ അതിനോടാണ് കാര്യങ്ങൾ പറഞ്ഞത്. മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃകനായ അബൂ ത്വാലിബിന്റെ മരണരംഗം നമുക്കെല്ലാവർക്കും കേട്ട് സുപരിചിതമാണ്. എന്താ മുഹമ്മദ് നബി പറഞ്ഞത്? യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഓ പിതൃക, അങ്ങ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയണം. എനിക്കെന്റെ റബ്ബിന്റെ അടുക്കൽ താങ്കൾക്ക് അനുകൂലമായി തെളിവ് പിടിക്കാനുള്ള വാചകമാണത്. അല്ലാഹുവിന്റെ അടുക്കൽ തെളിവ് പിടിക്കണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് വേണം. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചാൽ പിന്നെ അവന്റെ ജീവിതത്തിൽ വ്യത്യസ്തങ്ങൾ, ഒരുപാട് മാറ്റങ്ങൾ അനിവാര്യമായി വരുന്നു. അവൻ വിളിക്കേണ്ടത് അല്ലാഹുവിനെ മാത്രമായിരിക്കണം. അവൻ അഭൗതികമായി സഹായം തേടേണ്ടത് അല്ലാഹുവിനോട് മാത്രമായിരിക്കണം. വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബു ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിലീൻ എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. വഖാല റബ്ബുകും, നിങ്ങളുടെ റബ്ബ് ഇതാ പറഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു. ആരാ നിങ്ങളുടെ മാതാവിന്റെ ഗർഭാശയത്തിൽ നിങ്ങളെ വളർത്തിക്കൊണ്ടുവന്നത്?
അണ്ടവും കുംബീജവും തമ്മിൽ സംയോജിച്ച് ഒരു ചിത്താണ്ടമായി മാറി അവരുടെ കൈകളും കാലുകളും വന്ന് 9 മാസവും ചില്ലാനും ദിവസം കഴിഞ്ഞപ്പോൾ മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു. മനുഷ്യരെ ഒന്ന് ചിന്തിച്ച് എല്ലാവരും തുല്യരായിരുന്നില്ലേ? എല്ലാവരും തുല്യരായിരുന്നില്ലേ? നമ്മൾ വിളിച്ചു തേടിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരാൾക്ക് അതിൽ പങ്കുണ്ടോ? പിതാവിന്റെ മുതുകലിൽ നിന്നും യാത്ര ആരംഭിച്ചു. നമ്മൾ ആ യാത്ര പോയി മാതാവിന്റെ ഗർഭാശയത്തിൽ അവസാനിച്ചു. അതിലാർക്കാ പങ്കുള്ളത്? ഒരാൾക്കും പങ്കില്ല. പങ്കുള്ളവൻ ഏറ്റവും മനോഹരമായി സൃഷ്ടിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമാണ്. വിശന്നാലും വേദനിച്ചാലും കരയും നമ്മൾ. പിന്നീട് നമ്മൾ മലർന്നു കിടന്നു, കവിഴ്ന്നു കിടന്നു, മുട്ടുകുത്തി, എഴുന്നേറ്റിരുന്നു, പിടിച്ചു നിന്നു, നടന്നു, വേസ്റ്റ് നടന്നു, വീട് പോയി നമ്മൾ എഴുന്നേറ്റ് വീണ്ടും നടന്നു, ആരോഗ്യം വന്നു, സംസാരിച്ചു, കേട്ടു, അങ്ങനെ ഇതാ ഇവിടെ വരെ എത്തി നിൽക്കുകയാണ്. സുഹൃത്തെ ഒന്ന് ചിന്തിച്ച് നമ്മളിന്ന് വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, സഹായം തേടിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരാൾക്ക് അതിൽ പങ്കുണ്ടോ? പരിശോധിക്കണം നമ്മൾ. അതുകൊണ്ട് പറഞ്ഞു, റബ്ബുക്കും, നിങ്ങളുടെ റബ്ബിത നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ എന്നെ വിളിച്ചു പ്രാർത്ഥിക്കണം, നിങ്ങൾ എന്നെ വിളിച്ചു പ്രാർത്ഥിക്കണം. അസ്തജിബുലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. നിങ്ങൾ എന്നെ വിളിച്ചു പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ആഗ്രഹങ്ങളാകട്ടെ, വിവാഹങ്ങളില് സന്താനങ്ങളില്ലാതെ വിഷമിക്കുകയാണോ? നിങ്ങൾ എന്നെ വിളിച്ചു പ്രാർത്ഥിക്കൂ. നിങ്ങൾക്ക് മാതൃകയായിക്കൊണ്ട് 2 പ്രവാചകന്മാരെയും അല്ല പഠിപ്പിച്ചു. ഒന്ന് സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം, മറ്റൊന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. നിങ്ങൾക്ക് ശാരീരികമായ അസ്വസ്ഥതകളുണ്ടോ, രോഗങ്ങളുണ്ടോ, പ്രയാസങ്ങളുണ്ടോ? നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എന്നെ വിളിച്ചിട്ടാണ്. കാരണം ഇതാ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം രോഗിയായിക്കൊണ്ട് അല്ലാഹുവോട് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ വലിയൊരു അപകടത്തിൽപ്പെട്ടുപോയോ? ആ അപകടത്തിൽ നിന്ന് കരകയറ്റണമെങ്കിൽ എന്നെ വിളിച്ചു പ്രാർത്ഥിക്കൂ. യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്നെ വിളിച്ചു പ്രാർത്ഥിച്ചതുപോലെ നിങ്ങൾ ശക്തമായ പേടിപ്പെടുത്തുന്ന രംഗത്താണ് ഉള്ളത്. എന്നെ വിളിച്ചു പ്രാർത്ഥിക്കൂ. നിങ്ങൾക്ക് മാതൃകയായിക്കൊണ്ട് ഞാൻ പഠിപ്പിക്കുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബദറിന്റെ തലേ ദിവസം നബിയുടെ മണ്ണിലേക്ക് നെറ്റിവെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുമ്മ ഇൻ തഹ്ലിക ഹാദിഹിൽ ഇസാബ ലൻ തുഅബദ ഫിൽ അർളി യവദാ. അല്ലാഹുവേ, ഈ കൊച്ചു സൈന്യമെങ്ങാനും, ഈ 313 പേര് ഈ ബദറിന്റെ രണാങ്കണത്തിൽ ജീവൻ പൊലിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിന്നെ മാത്രം ആരാധിക്കുന്ന ഒരൊറ്റ മനുഷ്യൻ പോലും ഈ ദുനിയാവിൽ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത് ആരോടാ? അല്ലാഹുവിനോടാണ്. ജീവിതത്തിലെ വ്യത്യസ്ത രംഗങ്ങൾ ഓരോ നബിമാരുടെയും ജീവിതത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അടിസ്ഥാനത്തിലാണ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പാലിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടത്. അതുകൊണ്ട് സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കൂ. ഇന്ന് നമ്മൾ നേരം വെളുത്തു, ഈ സമയം വരെ നമുക്ക് വ്യത്യസ്ത ആവശ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആരോടാണ് നമ്മൾ പ്രാർത്ഥിച്ചത്? ചില ആളുകൾ കെട്ടിയൊട്ടപ്പെട്ട ഖബറിന്റെ മുന്നിൽ പോയി, ഞാൻ വിവാഹം കഴിഞ്ഞിട്ട് 5 വർഷമായി, എനിക്ക് സന്താനമില്ല എന്ന് പ്രാർത്ഥിച്ചവരുണ്ട്. അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ പരീക്ഷണങ്ങളാണ് എന്ന് പ്രാർത്ഥിച്ചവരുണ്ട്. വിഗ്രഹങ്ങൾ ഉണ്ടാക്കി, വ്യത്യസ്ത നിറം കൊടുത്ത്, വ്യത്യസ്ത ചായം പൂശി, വ്യത്യസ്ത ഭംഗിയിൽ ആകാരപടിയോടുകൂടി ഉണ്ടാക്കി വെച്ച വിഗ്രഹങ്ങളുടെ മുന്നിൽ പോയി ഇന്ന് അവരുടെ ആപരാധികളും വ്യാപരാധികളും പറഞ്ഞവരുണ്ട്. അതല്ലെങ്കിൽ ഇതൊന്നുമില്ലാതെ തന്നെ വിഗ്രഹങ്ങളോട് പ്രാർത്ഥിച്ച ആളുകളുണ്ട്. മനുഷ്യമായ മഹാന്മാരോട് പ്രാർത്ഥിച്ച ആളുകളുണ്ട്. അവരൊരിക്കലും നമ്മളോട് പറഞ്ഞിട്ടില്ല, നിങ്ങളുടെ പ്രയാസങ്ങൾ ഞങ്ങൾ അറിയാം, നിങ്ങളുടെ വേദനകൾ ഞങ്ങൾ അറിയാം, നിങ്ങൾ ഞങ്ങളോട് പ്രാർത്ഥിക്കുകയെന്ന് അവർ പറഞ്ഞിട്ടില്ല. അവർ പറഞ്ഞതും ഈ ആയത്ത് തന്നെയാണ്. വഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബിന പറഞ്ഞിരിക്കുന്നു, ഉദ്ഉനി, നിങ്ങൾ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുക, അസ്തജിബുലക്കും, നിങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകാം. മുഹമ്മദ് നബിക്ക്, യൂനുസ് നബിക്ക്, ഇബ്രാഹിം നബിക്ക്, സക്കരിയ നബിക്ക്, അതേപോലെ തന്നെ അയ്യൂബ് നബിക്ക്, യാക്കൂബ് നബിക്ക് പോലെ ഖുർആൻ പരിചയപ്പെടുത്തുന്ന 25 നബിമാർക്കും ആശ്രയവും അഭയവും നൽകിയ എന്നെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് മറുപടി നൽകാം. പാപം നിങ്ങൾക്ക് പൊറുക്കണമോ? ആദം നബിയുടെ ജീവിതത്തിൽ വന്ന ഒരു അബദ്ധം. ആ അബദ്ധത്തിന് ആദം നബി ആരോട് പ്രാർത്ഥിച്ചത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയോട്. നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ അത്? ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا ظلمنا أنفسنا, ഞങ്ങളുടെ റബ്ബേ, ഞങ്ങൾ സ്വന്തത്തോട് അതിക്രമം ചെയ്തു പോയി, ചെയ്യാൻ പാടില്ലാത്ത ചെയ്തു പോയി. അതുകൊണ്ട് ഞങ്ങൾക്ക് പുറത്തു തരണം, ഞങ്ങളുടെ മേൽ കരുണ തെളിയണം. നീ അപ്രകാരം ഞങ്ങൾക്ക് കരുണ തെളിയുകയും ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരികയും ചെയ്തിട്ടില്ല എങ്കിൽ ഞങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോവുക തന്നെ ചെയ്യുമെന്ന്
ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു കാണിച്ചു തന്നു. ഈ പ്രാർത്ഥനയെ ഒരിക്കൽ പോലും ദുനിയാവിൽ ജീവിച്ച് മരിച്ചുപോയാൽ ഒരു മനുഷ്യനോടുള്ള പ്രാർത്ഥന നമുക്ക് കാണുക അസാധ്യമാണ്, സാധ്യമല്ല. ഇസ്ലാം പഠിപ്പിക്കുന്ന ഏതൊരു വിഷയം എടുത്ത് പരിശോധിച്ച് നോക്കൂ, അതിലേറ്റവും അടിസ്ഥാനമാണല്ലോ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചവർ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അടിസ്ഥാനപരമായ വിഷയം. പക്ഷെ ഇന്ന് നമ്മൾ തെളിവുകൾ അന്വേഷിച്ച് ഗ്രന്ഥപ്പുരകൾ കയറിയിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുവാനുള്ള തെളിവന്വേഷിച്ചുകൊണ്ട് ഗ്രന്ഥപ്പുരകൾ കയറിയിറങ്ങുന്നു. എന്തിനു വേണ്ടിയിട്ട്? സംശയമുള്ള ഒരു വിഷയത്തിനു വേണ്ടി, കേവലം അനുവാദമുണ്ട് എന്ന് വാദിക്കുന്ന ഒരു വിഷയത്തിനു വേണ്ടി ആയുസ്സും ആരോഗ്യവും സമയങ്ങളും പാഴാക്കിക്കൊണ്ടിരിക്കുമ്പോൾ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ ഗൗരവത്തിൽ നമ്മെ പഠിപ്പിച്ചില്ലേ? മഗ്രിബ് നമസ്കരിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിച്ചവരാണ്. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത. അല്ലാഹുവേ, നീ നൽകിയത് തടയുവാൻ ഒരാൾക്കും സാധ്യമല്ല. വലാ മുഅ്തിയ ലിമാ മനഅത. നീ തടഞ്ഞതിന് നൽകുവാൻ ഒരാൾക്കും സാധ്യമല്ല. നീ തടഞ്ഞതെന്താണോ അതിന് നൽകാനും ഒരാൾക്കും സാധ്യമല്ല. വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ. നിന്റെ മഹത്വത്തിന്റെ അടുക്കൽ ഒരാളുടെ മഹത്വവും ഉപകാരപ്പെടുകയില്ല റബ്ബേ എന്ന് മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ് ദിക്റുകളുടെ കൂടെ ദിക്ർ ചൊല്ലി ഇറങ്ങിപ്പോന്ന മനുഷ്യൻ അവനൊരു ആവശ്യം വന്നു. ഇതാ മരിച്ചുപോയ ആളുകളോട് പറയുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആത്മാർത്ഥമായി നമ്മൾ പരിശോധിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് പഠിക്കണം. അതുകൊണ്ട് തന്നെ മനുഷ്യരോടായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ ഇതാ ഒരു ഉദാഹരണം വിവരിക്കുകയാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾ ശരിക്ക് ശ്രദ്ധിക്കണം. നിങ്ങളുടെ ബുദ്ധി കൊടുത്ത് നിങ്ങൾ ചിന്തിക്കണം. ശരിക്ക് നിങ്ങൾ ആലോചിക്കണം. ഇല്ലല്ലദീന തദഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർ, അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർ ആരുമായിക്കൊള്ളട്ടെ, ലം യഖ്ലുഖൂ ദുബാബ, ഒരു ഈച്ചയെ പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല. ലൻ യഖ്ലുഖൂ ദുബാബ, ഒരു ഈച്ചയെ പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല. ആരെയൊക്കെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരുണ്ടോ അവർക്കെല്ലാം ആരാധ്യന്മാരുടെ അടിസ്ഥാന യോഗ്യതയായി കൊണ്ടുവരാം. ഇതാ ഞാൻ ഇന്ന് മഗ്രിബ് കഴിഞ്ഞ് വിളിച്ചു പ്രാർത്ഥിച്ച മഹാനുണ്ടല്ലോ, ആ മഹാൻ സൃഷ്ടിച്ചതാണ് ഇന്ന സാധനം. കൊണ്ടുവരാൻ സാധ്യമല്ല. വിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനമാണ്. ഒരൽപ്പം ശരിക്കൊന്ന് ആലോചിച്ച് നോക്കൂ. ലൻ യഖ്ലുഖൂ ദുബാബ വലബി തമഊ ലഹു. ഈച്ചയെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇന്ന് വിളിച്ചു തേടിയ സകല ആരാധ്യന്മാരും ഒരുമിച്ച് കൂടിയാലും ശരി സാധിക്കുകയില്ല അവർക്ക്. അല്ലാഹു അവസാനിപ്പിച്ചില്ല, ഒന്നുകൂടി പറഞ്ഞു, നിങ്ങൾ കൊണ്ടുപോയി വെച്ച ആ ആരാധ്യന്മാരുടെ മുന്നിൽ നിങ്ങൾ കൊണ്ടുപോയി വെക്കുന്ന ഒരുപാട് വസ്തുവകകളുണ്ടല്ലോ. അരിയുണ്ട്, എണ്ണയുണ്ട്, പൂവുകളുണ്ട്, അതേപോലെ തിരികളുണ്ട്, അതുപോലെ ചോറുണ്ട്, തേങ്ങയുണ്ട്, അങ്ങനെ വ്യത്യസ്തങ്ങളായ പലതും പല സമൂഹങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരാധ്യൻ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടാൻ എളുപ്പവഴി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അധ്വാനിച്ച പൈസ മുടക്കി നിങ്ങൾ വാങ്ങിയ ഒരു വലിയ മധുരപലഹാരം കൊണ്ട് ആ വിഗ്രഹത്തിന്റെ മുന്നിൽ വെച്ചു. നിങ്ങൾ നോക്കി നിൽക്കെ ആ മധുരപലഹാരത്തിൽ നിന്ന് ഒരൽപ്പം ഒരു ഈച്ച കൊത്തിയെടുത്തു കൊണ്ടുപോയാൽ, ആ മധുരപലഹാരത്തിൽ നിന്ന് ഒരൽപ്പം ഒരു ഈച്ച കൊത്തിയെടുത്തു കൊണ്ടുപോയാൽ അതിനെ പിടിച്ചെടുക്കുവാൻ, രക്ഷപ്പെടുത്തിയെടുക്കാൻ പോലും സാധിക്കുകയില്ല. നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആ ആരാധ്യന്. മനുഷ്യരെ ഒന്ന് ചിന്തിച്ചു നോക്കൂ, എത്ര ഭംഗിയായി തള്ള പഠിപ്പിക്കുന്നു. കഴിയില്ല. നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആരാധ്യന് അടിസ്ഥാനപരമായ യോഗ്യതയാണ്. ഹാരിക്കായിരിക്കണം, ചട്ടാവായിരിക്കണം അവൻ. മുൻമാതൃകയില്ലാതെ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനാണവൻ. മുൻമാതൃകയില്ലാതെ മനുഷ്യരെ സൃഷ്ടിച്ചവനാണവൻ. മുൻമാതൃകകളില്ലാതെ സർവ്വചരാചരങ്ങളെ സൃഷ്ടിച്ചവനാണവൻ. അങ്ങനെ ഒരു സൃഷ്ടാവിനോടാണോ ഇന്ന് നിങ്ങളുടെ മനസ്സിന്റെ അവലാതി പറഞ്ഞത്? നിങ്ങളുടെ മനസ്സിന്റെ വേവലാതി പറഞ്ഞത്?
നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറഞ്ഞത് അല്ലല്ലോ. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു ആവശ്യപ്പെടുന്നവനും ആവശ്യക്കാരനും ദുർബലൻ തന്നെയാണ്. മനുഷ്യനാണ് അവിടെ പോയിട്ട് ആവശ്യം പറയുന്നതെങ്കിൽ അവൻ ദുർബലനാണ്. ഇനി ആവശ്യപ്പെടുന്നത് ആരോടായിക്കൊള്ളട്ടെ, അവരും ദുർബലൻ തന്നെ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനമാണ്. ആർക്കും എടുത്ത് പരിശോധിക്കാം. ആ ആയത്തിന് ഒരു പ്രത്യേകത കൂടി പറയട്ടെ. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ എന്ന് വിളിച്ചിട്ടാണ് അല്ലാഹു പറയുന്നത്. മനുഷ്യരായിക്കൊണ്ട് ഭൂമിയിൽ ആരൊക്കെയുണ്ട്? 2 കാലിൽ കണ്ടല് നമുക്ക് നടക്കുന്ന, കണ്ണുകൊണ്ട് കണ്ട് കാര്യങ്ങൾ പഠിച്ചെടുക്കുന്ന, കാതുകൊണ്ട് കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന, നാവ് കൊണ്ട് സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന, ഹൃദയം കൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കുന്ന ആളുകളെയാണ് മനുഷ്യൻ എന്ന് വിളിക്കുന്നത്. ആ മനുഷ്യനെ വിളിച്ചുകൊണ്ടല്ല പറഞ്ഞു, നമ്മുടെ സത്താവായ സംരക്ഷകനായ എല്ലാം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സർവ്വലോക രക്ഷിതാവായ അല്ലാഹു പറഞ്ഞു സാധ്യമല്ല. മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ഒരാൾ വെള്ളത്തിന്റെ അടുക്കൽ പോയി ഇങ്ങനെ നിൽക്കാൻ. സൂറത്തുൽ ആയതിലെ 14-ാമത്തെ ആയത്ത്. ഒരാൾ വെള്ളത്തിന്റെ അരികിൽ പോയി ഇങ്ങനെ നിൽക്കുന്നു കൈ നീട്ടിയിട്ട്. എന്തിനാണ്? വെള്ളം അവന്റെ കൈയിലൂടെ വായിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി. അവൻ പോയി നിൽക്കുന്നത് അവനൊന്നും ചെയ്യുന്നില്ല. അവൻ കുനിഞ്ഞിരിക്കുകയോ വെള്ളം കൈത്തുമ്പിൽ കോരുകയോ ചുണ്ടിലേക്ക് അടുപ്പിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അല്ലെങ്കിൽ അവന്റെ കയ്യിലേക്ക് തൊട്ടി കിണറ്റിലേക്ക് ഇടുന്നില്ല. അവൻ ആ കിണറിന്റെ അടുക്കൽ പോയി നിൽക്കുന്നു. എന്തിനാണ്? ആ വെള്ളം അവന്റെ വായിലേക്ക് എത്താൻ വേണ്ടി. അതെത്തുകയില്ല, നിസ്സംശയം അതെത്തുകയേയില്ല. അതേപോലെയാണ് നിങ്ങൾ അല്ലാഹുവിനെ പുറമെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുടെ ഗതി എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചു. എന്തിനാണ് സുഹൃത്തുക്കളെ അധികം വിശദീകരണം? ഈ 2 ആയത്തിനെ കുറിച്ച് ആത്മാർത്ഥമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കൂ. നമുക്കതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കറിയാമല്ലോ, നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കൊണ്ടുവരും. ഒരാളും അതിനോടുമല്ല. ഒഴിവല്ലാത്തത് കൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയേ, അങ്ങയുടെ ശഫാഅത്ത് കൊണ്ട് സൗഭാഗ്യം ലഭിക്കുന്നവനാരായിരിക്കും? അങ്ങയുടെ ശഫാഅത്ത് കൊണ്ട് നാളെ പരലോകത്ത് സൗഭാഗ്യമടയുന്നവനാരായിരിക്കും നബിയെ? നബി പറയുന്ന മറുപടി, അബൂ ഹുറൈറ, താങ്കളുടെ ഹദീസിനോടുള്ള അറിവിനോടുള്ള ആഗ്രഹം കാരണത്താൽ ഈ വിഷയം താങ്കൾ തന്നെയായിരിക്കും എന്നോട് ചോദിക്കുക എന്ന് ഉറപ്പുണ്ടായിരുന്നു എന്ന് പറഞ്ഞ ആമുഖത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി കൊടുത്തു, അസ്അദുൻ നാസി ബിശഫാഅതി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എന്റെ ശുപാർശ കൊണ്ട് സൗഭാഗ്യമടയുന്നവൻ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മിൻ ഖൽബിഹി ഔ നഫ്സിഹി, തന്റെ ഹൃദയത്തിൽ തന്റെ മനസ്സിൽ നിഷ്കളങ്കമാക്കിക്കൊണ്ട് ശിർക്ക് ചെയ്യാത്ത മനസ്സിന്റെ ഉടമയായിക്കൊണ്ട് ആര് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചുവോ അവനാണ് എന്റെ ശഫാഅത്ത് കിട്ടുക. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചാൽ പിന്നെ ശിർക്ക് ചെയ്യുവാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. എന്താ ശിർക്ക് എന്ന പദത്തിന്റെ അർത്ഥം? ഡിക്ഷണറികൾ പരിശോധിച്ചാൽ നമുക്ക് കാണാം, ഒരു വസ്തു വക്കലാണ്. ഒരു വസ്തു എടുത്തിട്ട് വെക്കുന്നു അതിന്റേതല്ലാത്ത സ്ഥലത്ത്. ശിർക്കിന്റെ അർത്ഥം എന്താണ്? ഒരു വസ്തു അതിന്റേതല്ലാത്ത സ്ഥലത്ത് വെക്കുന്നു എങ്കിൽ അതിന് പറയുന്ന അറബി പദമാണെന്ത്? ശിർക്ക് എന്നുള്ളത്. പ്രാർത്ഥിക്കേണ്ടത് ആരോടാണ്? അല്ലാഹുവിനോട് മാത്രമാണ്. അത് മറ്റൊരാളോട് പ്രാർത്ഥിച്ചാൽ അത് ശിർക്കാകും. കാരണം എന്താ? ആ പ്രാർത്ഥന എന്ന ആരാധന നടത്തേണ്ടത് അല്ലാഹു മാത്രം. പക്ഷെ അല്ലാഹ് എന്ന സ്ഥാനത്തിന് പകരം അത് വേറൊരാളെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ ഭാഷാപരമായ അതിന്റെ അർത്ഥത്തെ എന്ത് ചെയ്യുന്നു? യാഥാർത്ഥ്യവൽക്കരിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ശിർക്കൊരാളുടെ ജീവിതത്തിലേക്ക് വന്നാൽ അവന്റെ സകല നന്മകളും ബാത്തിലായി പോവുകയും നരകത്തിൽ ശാശ്വതനായി തീരുകയും ചെയ്യും. അവൻ
നമസ്കരിച്ചിട്ടുണ്ട്, നോമ്പ് നോക്കിയിട്ടുണ്ട്, സക്കാത്ത് കൊടുത്തിട്ടുണ്ട്, ഹജ്ജ് ചെയ്തിട്ടുണ്ട്, ഉംറ നിർവഹിച്ചിട്ടുണ്ട്, സുന്നത്ത് നമസ്കാരം, സുന്നത്ത് നോമ്പ്, ദാനധർമ്മങ്ങൾ, ഭക്ഷണ വിതരണം, ദിക്ർ, ദുആ, എല്ലാ കാര്യങ്ങളിലും സജീവമായിരുന്നു. ഒരിക്കൽ ശക്തമായ വേദന സഹിക്കാൻ പറ്റിയില്ല. അല്ലാഹ് എന്ന് വിളിക്കേണ്ടതിന് പകരം ദുനിയാവിൽ ജീവിച്ച് മരിച്ചുപോയ ഒരാളെ വിളിച്ചിട്ട് ഈ വേദനയ്ക്കൊന്ന് ശമനം തരണേ എന്ന് പ്രാർത്ഥിച്ചാൽ അവന്റെ ആ ജീവിതത്തിൽ 65 വർഷം അവൻ ചെയ്ത സകലവും ബാത്തിലായി പോയി എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന മിനൽ ഖാസിരീൻ. എന്താ പഠിപ്പിച്ചത്? നബിയെ വലഖദ് ഊഹിയ ഇലൈക, അങ്ങേക്കിതാ വഹി നൽകുകയാണ്. വഇലല്ലദീന മിൻ ഖബ്ലിക, അങ്ങേക്ക് മുൻപുള്ളവർക്കും ഇതേ വഹി നൽകിയിട്ടുണ്ട്. അങ്ങേക്ക് മാത്രമല്ല, അങ്ങേക്ക് മുൻപ് കഴിഞ്ഞുപോയ സകല നബിമാർക്കും കൊടുത്ത വഹയാണിത്. ലഇൻ അശ്റക്ത, താങ്കൾ എന്നിൽ പങ്കുചേർത്താൽ എനിക്ക് നൽകേണ്ട ആരാധന, ബലിയറുക്കൽ, നേർച്ച, സത്യം ചെയ്യൽ, അതേപോലെ വരമേൽപ്പിക്കൽ, പ്രാർത്ഥന, ഇസ്തിഗാസ, തവസ്സുല്, ഇതുമായി ബന്ധപ്പെട്ട ആരാധനയുടെ ഗണത്തിൽ വരുന്ന ഏതുമാകട്ടെ അത് വേറൊരാൾക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ താങ്കളുടെ അമലുകളെല്ലാം, താങ്കളുടെ സകല പ്രവർത്തനങ്ങളും ബാത്തിലായി പോകും, നിരർത്ഥകമായി പോകും. വലതകൂനന മിനൽ ഖാസിരീൻ, നഷ്ടക്കാരിൽ പെട്ടുകൊണ്ട് നരകത്തിലേക്ക് അങ്ങ് പോവുകയും ചെയ്യുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചാൽ ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പൊരുള് അതറിഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. അതിനാൽ ആദ്യമേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പദത്തെ വേർതിരിച്ച് തന്നെ പഠിപ്പിച്ചു തന്നത്. അത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത് മനസ്സിലാക്കാതെ ഈ ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ ജീവിതം കൊണ്ട് ഒന്നും നേടിയിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സുഖമായി കിടന്നുറങ്ങാൻ ഒരു വീട്, നല്ലൊരു ജോലി, നല്ല വസ്ത്രം, നല്ല ഭംഗി, നല്ല ആരോഗ്യം, ഭാര്യയുണ്ട്, മക്കളുണ്ട്, മാതാപിതാക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്, സഹായിക്കാൻ ഒരുപാട് ആളുകളുണ്ട്. ദുനിയാവിലെ ജീവിതം സുഖമാണ്. പക്ഷെ മരിച്ച് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ മണ്ണിലേക്ക് കൊണ്ടുചെന്ന് വച്ച് അസ്സലാമു അലൈക്കും യാ ദാറൽ ഖൗമിൽ മുഅ്മിനീൻ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖുൻ നസ്അലുല്ലാഹു ലനാ വലക്കുമുൽ ആഫിയ എന്ന് പ്രാർത്ഥിച്ചിട്ട് മകനാണെങ്കിൽ മകൻ പോലും, ഭർത്താവാണെങ്കിൽ ഭർത്താവ് പോലും, വാപ്പയാണെങ്കിൽ വാപ്പ പോലും, കൂട്ടുകാരനോ കുടുംബക്കാരനോ ആണെങ്കിൽ എല്ലാവരും മടങ്ങിപ്പോരും. പക്ഷേ അവിടെ ആരംഭിക്കുന്ന ഒരു ജീവിതമുണ്ട്. ആ ജീവിതത്തിലെ 3 അല്ലെങ്കിൽ 4 ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യത്തിനുള്ള മറുപടി കണ്ടെത്താൻ സമയം കിട്ടിയിട്ടുണ്ടോ? പരിശോധിക്കണം നമ്മൾ ഓരോരുത്തരും. കക്ഷി വ്യത്യാസമില്ലാതെ, വിഭാഗീയതയില്ലാതെ, പക്ഷപാതിത്വമില്ലാതെ ആത്മാർത്ഥമായിട്ട് പരിശോധിക്കുക. പ്രോത്സാഹിപ്പിക്കാനും അതേപോലെ വാദഗതികൾ നിരത്താനും കൂടെ നിൽക്കാനൊക്കെ ഒരുപാട് ആളുകളുണ്ടാവും. പക്ഷെ ഖബറിൽ തുടങ്ങുന്ന ജീവിതമുണ്ടല്ലോ, തനിച്ചാണ്, ഒറ്റയ്ക്കാണ്. അവിടെ വെച്ച് ആലോചിച്ചതുകൊണ്ട് യാതൊരുവിധ കാര്യവുമില്ല എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ വളരെ ഗൗരവത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജുൻ സഅലഹും ഖസനതുഹാ അലം യഅതികും നദീർ. ഓരോ വിഭാഗത്തെയും നരകത്തിലേക്ക് പിടിച്ചിടുമ്പോ നരകത്തിന്റെ കാവൽക്കാരായ മലക്കുകൾ ചോദിക്കും, താക്കീതുകാരൻ വന്നിരുന്നില്ലേ? ഖുർആൻ ഓതി ഹദീസ് പറഞ്ഞ് ഇതിനെക്കുറിച്ച് പറഞ്ഞ് പഠിപ്പിക്കുന്ന ആളുകൾ വന്നിരുന്നില്ലേ? ഖാലു ബല, അതേ വന്നിരുന്നു, ഞങ്ങൾക്ക് വന്നിരുന്നു. താക്കീതുകാരൻ വന്നിരുന്നു, നബിമാര് വന്നിരുന്നു, പ്രബോധകന്മാർ വന്നിരുന്നു. പക്ഷേ ഞങ്ങൾ അവരെ കളവാക്കി. നിങ്ങൾ പുത്തൻവാദികളാണ്, ഞങ്ങൾ കാട്ടുകാരനോട് ഒരു കാലാത്തതാണ്, അതുകൊണ്ട് അംഗീകരിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവരെ തള്ളിക്കളഞ്ഞു. മാത്രമല്ല അവരെ ഞങ്ങൾ ആട്ടി ഓടിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു. എന്നിട്ടോ ആ സംഭവം അവസാനിപ്പിക്കുന്നുണ്ട്. വഖാലു ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫീ അസ്ഹാബി സ്സഈർ. ഞങ്ങളൊന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ എപ്പോഴാണ്? ഇപ്പോൾ. നാളെ നേരം വെളുത്ത് എഴുന്നേക്കുമെന്ന് അറിയില്ല. ഭാര്യ തട്ടി വിളിക്കുമ്പോൾ ചിലപ്പോൾ എഴുന്നേക്കാൻ സാധിക്കുന്നു വരില്ല. അതുകൊണ്ട് ഇപ്പോൾ ചിന്തിക്കണം. ഔ നസ്മഉ, അല്ലെങ്കിൽ ശ്രദ്ധിച്ചൊന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ, ശ്രദ്ധിച്ചൊന്ന് കേൾക്കുകയോ ഒന്ന് ആലോചിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ മാ കുന്നാ ഫീ അസ്ഹാബി സ്സഈർ, ഈ ജ്വലിക്കുന്ന നരകത്തിന്റെ ആളുകളായി ഞങ്ങൾ
മാറുകയില്ലായിരുന്നു. അതുകൊണ്ട് വിശ്വാസികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹ് പറഞ്ഞതായി പറഞ്ഞു തരികയാണ്, യാ ഇബ്ന ആദം, ഓ ആദമിന്റെ മകനെ, ലൗ അതൈതനി ബി ഖുറാബിൽ അർദി ഖതായ, ഭൂമി നിറഞ്ഞു നിൽക്കുന്ന പാപങ്ങളുമായിട്ടാണ് നീ എന്റെ അടുക്കലേക്ക് വരുന്നത് എങ്കിലും, പിന്നെ നീ എന്നെ കണ്ടുമുട്ടുന്നത് ലാ തുശ്രിക് ബി ശൈആ, ഇതിലൊന്നും പങ്കു ചേർക്കാത്തവനായിക്കൊണ്ട്. നിന്റെ സമ്പാദ്യം എന്താ? ഭൂമി നിറഞ്ഞു നിൽക്കുന്ന പാപങ്ങളാണ്. പക്ഷെ നിനക്കൊരു ഗുണമുണ്ട്. എന്താണ് ആ ഗുണം? എന്നിലൊന്നിനെയും പങ്കു ചേർത്തിട്ടില്ല. എന്നെ വിളിക്കേണ്ടതിന് വരും വേറൊരാളെ വിളിച്ചിട്ടില്ല. അങ്ങനെയാണ് വരുന്നതെങ്കിൽ അത്രമാത്രം ഭൂമി നിറഞ്ഞു നിൽക്കുന്ന പാപമോചനവുമായി ഞാൻ നിന്റെ അടുക്കലേക്ക് വരുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ച് ശിർക്ക് ചെയ്യാതെ ജീവിതത്തിൽ എത്ര വലിയ പ്രയാസങ്ങൾ ഉണ്ടായാലും മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓ മുആദേ, നീ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം. ലാ തുശ്രിക ബില്ലാഹി ശൈഅ, നീ അല്ലാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കരുത്. വലഇൻ ഖുതിൽത ഔ ഹുദിഖത, ബിലാലെ, അതിന്റെ പേരിൽ ചിലപ്പോൾ നീ കൊല്ലപ്പെട്ടേക്കാം. അല്ലെങ്കിൽ മുആദേ, നിന്നെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞേക്കാം. നാട്ടുകാരൊഴിവാക്കിയേക്കാം, വീട്ടുകാരൊഴിവാക്കിയേക്കാം, സമൂഹം ഭ്രഷ്ട് കൽപ്പിച്ചേക്കാം. പക്ഷേ ലാ തുശ്രിക് ബില്ലാഹി ശൈഅ, അല്ലാഹുവിലൊന്നിനെയും പങ്കു ചേർക്കരുത്. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ സകല വശങ്ങളും പഠിച്ച് മനസ്സിലാക്കി അത് ജീവിതത്തിൽ പാലിച്ച് അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പരീക്ഷണങ്ങളൊക്കെ ജീവിതത്തിൽ ഏറ്റെടുത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹു ഉച്ചരിച്ച് മരിക്കുവാനുള്ള സൗഭാഗ്യത്തിനു വേണ്ടി ഖുർആനും ഹദീസും ഒക്കെ കൃത്യമായി പഠിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ഹയ്യാല സ്വലാ എന്ന് വിളിക്കുമ്പോഴും അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് വിളിക്കുമ്പോഴൊക്കെ അത് കൃത്യമായി മറുപടി കൊടുത്ത് ജീവിക്കുന്ന മാതൃകാ മുസ്ലിമായി മാറാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.